ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾ ജൂലൈ മാസം 3, 4 തീയതികളിൽ അവരുടെ നിരക്കുകൾ 12% മുതൽ 25% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരക്ക് വർധന നിലവിൽ വന്ന അന്ന് മുതൽ ആൾക്കാർ റീചാർജ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 2 സിം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരു സിമ്മിലേക്ക് മാറണോ, ഞാൻ BSNL പോർട്ട് ചെയ്യണോ, എന്ത് ചെയ്യണം ആലോചിച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. കുറേ ആൾക്കാർ BSNL പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 2.5 ലക്ഷം 3 ലക്ഷം അടുത്ത 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ BSNL പോർട്ട് ചെയ്തു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ ജസ്റ്റ് നിങ്ങൾ 2 സിം ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അല്ലെന്നുണ്ടെങ്കിൽ 2 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ജസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോളാണ് നിങ്ങളുടെ ഒരു ഉപയോഗമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അപ്പൂപ്പന അമ്മൂമ്മ ഇവർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ഒരു BSNL പോർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് BSNL പോർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ഒന്ന് ആലോചിക്കുക. BSNL പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് സിഗ്നൽ ഉണ്ടോ എന്ന് തിരക്കിയ ശേഷം പോർട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറയാൻ പോകുന്നത്, ചിലപ്പോൾ ഈ ഒരു ഇൻകമ്മിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതലായിട്ട് കോൾ ചെയ്യാനായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത്, നെറ്റൊന്നും യൂസ് കാണില്ല, അല്ലെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കാണില്ല. അത്തരത്തിലുള്ള ആൾക്കാരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒന്നെങ്കിൽ BSNL മാറിയിട്ട് നിങ്ങൾ 107 പ്ലാൻ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അത്തരത്തിൽ 107 പ്ലാൻ റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ 200 മിനിറ്റ് ലോക്കൽ ആൻഡ് STD കോൾ മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ അതിനകത്ത് 35 ദിവസത്തെ കാലാവധിയുണ്ട്. അതുപോലെ SMS ഒക്കെ കിട്ടുന്നതാണ്. OTPയും കാര്യങ്ങളും എല്ലാം കിട്ടും. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു നെറ്റ്വർക്കിലേക്ക് മാറുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ സിം യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ജിയോയുടെ ഒരു ജിയോ ഭാരത് ഫോൺ ഉണ്ട്. അത് നിങ്ങൾ എടുത്താൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിലേക്ക് ഈ ഒരു ജിയോയിലേക്ക് പോർട്ട് ചെയ്തിട്ട് ആ ജിയോ സിം ഈ ഒരു ഭാരത് ഫോണിലിട്ടിട്ട് 123 രൂപയുടെ ഓഫർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് 28 ദിവസമാണ് കിട്ടുന്നത്. 28 ദിവസത്തേക്ക് നമുക്ക് എത്ര വേണേലും പരിധിയില്ലാതെ അൺലിമിറ്റഡ് കോൾ എത്ര വേണേലും നമുക്ക് ചെയ്യാൻ സാധിക്കും. BSNL കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. BSNL 107 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു കോളിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് 200 മിനിറ്റ് മാത്രമേ ലോക്കൽ ആൻഡ് STD കിട്ടത്തുള്ളൂ. ഇത് 123 ഭാരത് ഫോൺ ജിയോ എടുത്താൽ നമുക്ക് കിട്ടുന്ന കോളിങ് അൺലിമിറ്റഡ് കോളാണ് 28 ദിവസത്തേക്ക്. പിന്നെ SMSഉം അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ അത്യാവശ്യം 500 MB വെച്ച് ഡെയിലി ഡേറ്റയും കിട്ടുന്നുണ്ട് ഇതിനകത്തിൽ. പിന്നെ ഈ ഒരു ചെറിയ ഫോൺ, കീപാഡ് ഫോണാണ് ഈ ഒരു ജിയോ ഭാരത് ഫോൺ. ജിയോ ഭാരത് ഫോണിൽ പ്ലാന് ജിയോ ഭാരത് ഫോണിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ജിയോ ഭാരത് ഫോണിലെ ഒരു പ്ലാന് ചെയ്തിട്ട് സ്മാർട്ട് ഫോണിൽ ഇട്ട് വർക്ക് ചെയ്യുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അത് ജിയോ ഫോണിൽ ആ ഒരു സിം മാത്രം, ജിയോയുടെ സിം മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള സിം അവർ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഫോൺ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ് കിട്ടും. ഈ ഒരു പ്ലാൻ ഒരു വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1234 രൂപ മാത്രമേ ആകത്തുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ വില 1400 രൂപയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളിപ്പം ജസ്റ്റ് ഏറ്റവും കൂടുതൽ കോൾ ചെയ്യാൻ വേണ്ടി മാത്രം, ഇൻകമ്മിങ്ങിനും ഔട്ട് ഗോയിങ്ങിനും വേണ്ടി മാത്രം, അല്ല OTPക്കും വേണ്ടി മാത്രമാണ് ഒരു ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ഫോണിലേക്ക് മാറിയാൽ വലിയ ഫീച്ചറും കാര്യങ്ങളൊന്നും ഇതിൽ കിട്ടില്ല. നെറ്റും പിന്നെ അത്യാവശ്യം ജിയോ ക്ലൗഡ്, ജിയോ സിനിമയൊക്കെ ഉണ്ട്. പക്ഷേ കീപാഡ് ഫോണല്ലേ, അത്രത്തോളം നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ഒരു ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ കോളും അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻകമ്മിങ് അല്ലെ OTP ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു പ്ലാൻ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ബെനിഫിറ്റാണ്. BSNL 107 പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പം ചാർജ് വർധന നിങ്ങൾക്ക് എങ്ങനെയാണ് ബാധിച്ചത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ പോർട്ട് ചെയ്തോ, നിങ്ങൾ ജിയോയിൽ നിന്ന് ഏത് കമ്പനിയിലേക്കാണ് മാറിയത്, മറ്റുള്ള കമ്പനിയിൽ നിന്ന് എയർടെൽ വിയിൽ നിന്ന് നിങ്ങൾ BSNL വന്നോ, അതോ BSNL വന്നിട്ട് നിങ്ങൾക്ക് സിഗ്നൽ കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രയോജനമാവട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ബൈ.